ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സൺഡേ ആയിട്ടൊരു സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കണ്ടേ. എങ്കിൽ വാ നമുക്ക് ബീഫെല്ലാം കഴുകിയെടുക്കാം. ഞാനൊരു 6 തവണയെങ്കിലും ബീഫ് കഴുകുന്നുണ്ട്. ബീഫ് കഴുകി അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടി വെക്കും. വെള്ളം തോരാൻ വേണ്ടി മറ്റേ കണ്ണുപാത്രമോ അരിപ്പപാത്രമോ അങ്ങനെ ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. ഞാൻ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കും. അല്ലെങ്കിൽ നമ്മുടെ ബീഫ് കറിക്ക് ഭയങ്കര വെള്ളമായിരിക്കും. എങ്കിലും എൻ്റെ ബീഫ് കറിക്ക് വെള്ളമെല്ലാം ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ നമുക്ക് നമ്മുടെ ബീഫെല്ലാം കണ്ടില്ല, നല്ല ബ്ലഡുമേ ഉള്ള ബീഫാണ്. അങ്ങനെ നമ്മുടെ ബീഫെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിലേക്ക് ഈ ബീഫെല്ലാം നമുക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ്, പിന്നെ കുറച്ച് സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിൻ്റെ ഫ്ലേവർ എല്ലാം നമ്മുടെ ബീഫിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റേജിൽ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. എത്രയും മിക്സ് ചെയ്യുമ്പോൾ അത്രയും നല്ലത്. അങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് കൂട്ടിക്കുഴച്ച് വെക്കാം. അങ്ങനെ ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കറെല്ലാം നമുക്ക് അടച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റുക. ഈ നേരത്ത് നമ്മുടെ മസാലപ്പൊടിയെല്ലാം തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഇതെന്തോ സാധനമായിരുന്നു, പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വീഡിയോ ആണെങ്കിൽ പോവുകയും ചെയ്യുക. എന്നാ സാധനം മറന്നുപോയല്ലോ. ആ കടുക്, ഉലുവ, ഇതെന്നാലും പൊടുന്ന പെരിഞ്ചീരകം, പിന്നെ അതിൻ്റെ പേര് മറന്നു, ഏലക്ക. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മൂപ്പിച്ചെടുക്കാം മീൻസ് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആയി പോയോ, അത് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ശരിയായി. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി പരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതും കൂടെ ഇട്ട് വെള്ളമായി മണം, അതാണ് പരി. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചില്ലി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, നമ്മുടെ ഉണക്കമുളക്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഉണക്കമുളകിൻ്റെ നമുക്ക് പച്ചമണം മാറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ചെറിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. എന്നിട്ട് ഞാൻ സത്യത്തിൽ മറന്നുപോയി നേരത്തെ ചേർക്കാൻ നമ്മുടെ കാന്താരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് സോട്ടായി വന്ന ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാം. മസാലപ്പൊടി ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഈ സവോള എല്ലാം കൂടെ നല്ല രീതിക്ക് വഴണ്ട് വരണം, എന്നാലും നമുക്ക് ടേസ്റ്റ് വരും. അങ്ങനെ വഴണ്ട് വന്നതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അതിൻ്റെ പച്ചമണം ആയിട്ടുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഈ മസാലകളെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പൊടി കരിഞ്ഞു പോകും. ഇനി നമുക്ക് നമ്മുടെ ബീഫ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വെന്തോ എന്താണെന്നുള്ള ബീഫിന് നമുക്ക് കണ്ടീഷൻ നോക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ നമ്മൾ തുറന്ന് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കാഴ്ചയ്ക്ക് ഇത് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ ഒരുപാട് വേവേണ്ട കാര്യം, നമ്മൾ ഈ മസാലപ്പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ വിസിലടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. നോക്കിയപ്പോഴത്തേനും എൻ്റെ ബീഫിൻ്റെ വേവെല്ലാം കൃത്യമാണ്. ഈ സ്റ്റേജിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ മസാല കൂട്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേണം ചേർത്ത് കൊടുക്കാൻ. ഈ സ്റ്റേജിൽ തന്നെയാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ കുരുമുളക് പൊടി ചേർക്കാറില്ല. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വിസിലടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ബീഫിൻ്റെ കൂടെ കപ്പ അടിക്കാം. പിന്നെ ഞാൻ കുറച്ച് കപ്പ എടുത്തു. നമ്മുടെ അത്യാവശ്യം കുറുകിയ ബീഫ് കറിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. കാഴ്ചയ്ക്കും ടേസ്റ്റും എല്ലാം പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. എങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കട്ടെ. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ.